അയാളെ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നേ. അയാൾ ആരാണെന്നറിയണം. എന്നാലേ ബോഡി എവിടെ ഒളിപ്പിച്ചെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. ഈശ്വര, ഇനി അങ്ങനെ ഒരാൾ കാശും ചോദിച്ച് വേലായുധം വന്ന പോലെ വരുവോ? ഇനി അങ്ങനെ ഒരാളും കൂടി വന്നാൽ താങ്ങാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല. ഒരു കാര്യം ഉറപ്പാ ശാരദാമ്മേ, അങ്ങനെ ഒരാൾ നമുക്കിപ്പോ ഉണ്ട്. ഇക്കാര്യത്തില് നമ്മളെക്കാൾ രഹസ്യം അയാൾക്കറിയാം. ഇന്ന് വേലായുധന്റെ മകളുടെ കല്യാണമായിരുന്നു. ആ, കൂട്ടുകാരനല്ലേ, പഴയ ബന്ധം പോകാതിരിക്കാൻ തോന്നിയില്ല. വിളിച്ചിരുന്നു, പക്ഷെ പോവാൻ പറ്റില്ല. ഗംഭീര കല്യാണം, 2 തരം പായസം. പാചകം നമ്മുടെ ഗോപിയേട്ടനായിരുന്നു, അപ്പൊ മോശം വരില്ലല്ലോ. അല്ല, മോനെ പോന്നു? ഞാൻ കുറച്ചു നേരമായി. ശാരദാമ്മേ, കുറച്ച് കറി വേണം. ആ ദേ വരുന്നു. ആ, ശാരദാമ്മ എനിക്കൂടെ ആ കുറച്ച്. തരാം. അല്ല, ഷാരിക എവിടെ പോയി? ഇപ്പൊ വരാന്ന് പറഞ്ഞ കൊണ്ട് പോയതാ. ശാരദാമ്മ ടെൻഷനില്ല. ആ ബോഡി എവിടെ പോയി എന്ന ചിന്തയില് ഉറക്കില്ല നടക്കുക. ഞാൻ രാത്രി അവിടെ പോയത് അത് മാറ്റാൻ തന്നെയാ. പക്ഷെ അതവിടെ ഇല്ല. ആരാണത് അവിടെ നിർത്ത് മാറ്റിയെന്നൊന്നും അറിയില്ല. ശാലിനിയുടെ അച്ഛനാണോ അതെടുത്ത് മാറ്റിയത്? ഈ വിവരം നമ്മൾ 1-2 പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. നിനക്കെന്താ വിഷ്ണു, വല്ല ഭ്രാന്തുണ്ടോ? ഞാൻ അല്ലാതെ തന്നെ പല കുഴപ്പത്തിൽ നിൽക്കുക. അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് എടുത്ത് ചാടൂ? എടി, നിനക്ക് അകത്ത് പണിയൊന്നുമില്ല ശാരി. ചുമ്മാ ഇങ്ങനെ വന്ന് നിൽക്കാതെ ആ കാശെങ്കിലും വാങ്ങി പെട്ടിയിലോട്ടിട്ടെ.